ചർച്ച അത് പൂർണ്ണമായില്ല. ചർച്ചയിൽ പുരോഗതി ഇല്ല എന്ന് തന്നെയാണ് ജെ ഡി വാൻസ് പ്രഖ്യാപിച്ചത്. അതായത് സമാധാനം എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും അകലെ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നിലവിൽ ഒരു ചർച്ചയിലൊരു ഫലവത്തായ ഒരു അവസാനം കാണാനായില്ല എന്ന് തന്നെയാണ് ജെ ഡി വാൻസ് വ്യക്തമാക്കിയത്. എന്നാൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ പരിഹാരം കാണാതെ പോയത് എന്ന് അദ്ദേഹം കൂടുതൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം നിലവിൽ സൂചന നൽകുന്നത് ഈ ആണവോർജം സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഉൾപ്പെടെ നിലവിൽ പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് US-ന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല ഒരു ഓഫറാണ് ഇറാന് മുന്നിലേക്ക് വെച്ചത്. എന്നാൽ അവർ അത് തള്ളിക്കളയുകയായിരുന്നുവെന്നും ജെ ഡി വാൻസ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ മാധ്യമങ്ങളോട് നിലവിൽ വെളിപ്പെടുത്തിയുള്ളൂ. മറ്റെല്ലാ കാര്യങ്ങളും ട്രംപുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം വിശദീകരിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മുൻപേ നമുക്ക് പ്രതികരണം ലഭിച്ചിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ചർച്ചയുടെ ഫലം എന്തായാലും അമേരിക്കയ്ക്ക് വിഷയമല്ല, അമേരിക്ക ഈ യുദ്ധം പൂർണ്ണമായിട്ട് വിജയിച്ചു കഴിഞ്ഞു. നിലവിൽ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ചർച്ചയാകുന്നത്. ഹോർമുസ് കടലെടുക്ക് അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾ അല്ല അജയ്, അപ്പോൾ ഏതൊക്കെ നിബന്ധനകളാണ് ഇറാനെ സ്വീകാര്യമല്ലാതെ പോയത് എന്നുള്ളതാണ് അതിൽ നമ്മൾ കരുതേണ്ടത് എങ്ങനെയാണ്? മാത്രമല്ല, അപ്പോൾ പാകിസ്ഥാന്റെ ഈ ഇടപെടൽ അതും വിജയിച്ചില്ല എന്നുള്ള കാര്യം കൂടിയില്ലേ? തീർച്ചയായിട്ടും. പാകിസ്ഥാൻ പക്ഷേ ഇക്കാര്യത്തിൽ കുറച്ച് മുൻപേ വരെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ചർച്ചകൾ അത് വിജയകരമായി തുടരുന്നു എന്നാണ്. ഇപ്പോൾ ഈ ചർച്ച ഇത്രയധികം മണിക്കൂറുകൾ നീണ്ടു നിന്നു. അതും പല നല്ല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാൻ, അതായത് മീഡിയേറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഏതാണ്ട് 16 മണിക്കൂറുകളാണ് ഈ ചർച്ച നീണ്ടു നിന്നത്.